ഒരു മാസമായി ഇന്ത്യ മുന്നണിയിൽ വോട്ട് ചോരിയെക്കുറിച്ചാണ് ചർച്ചയെങ്കിൽ ഇപ്പോൾ ഇന്നലെ മുതൽ വോട്ട് മാറിയതിനെ കുറിച്ചാണ് ചർച്ച. ആരാണ് ആ 15 പേർ വോട്ട് മാറ്റി ചെയ്തവർ? എനിക്കിപ്പോൾ സംശയം മഹാരാഷ്ട്രയിലെ നന്ദതിലും അതുപോലെ ബീഹാറിലും ഒക്കെ കള്ളവോട്ട്, വോട്ട് ചോരി. ഇലക്ഷൻ കമ്മീഷൻ BJP അല്ലെങ്കിൽ BJP ഉൾക്കൊള്ളുന്ന NDA മുന്നണിക്ക് അനുകൂലമായിട്ട് കള്ള വോട്ടുകൾ വാരിക്കൊടുത്തു, വോട്ട് ചോരി എന്ന് പറഞ്ഞ മുദ്രാവാക്യം മുഴക്കിയാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അത് കഴിഞ്ഞ് മലേഷ്യയിൽ പോയി ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ കർണാടകത്തിൽ, മഹാരാഷ്ട്രയിൽ, ബീഹാറിലെ ഉദാഹരണങ്ങൾ കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയത്. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാര്യം ഡൽഹിയിൽ പവൻ ഖേരയ്ക്ക് 2 സ്ഥലത്ത് വോട്ടുള്ളതായിട്ടാണ് തെളിഞ്ഞത്. അത് രണ്ടും അദ്ദേഹം സമർത്ഥമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹമാണ് മോദിക്കെതിരെ ഏറ്റവും കൂടുതൽ അശ്ലീലമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആൾ. അതിൽ നിന്ന് പ്രചോദിതനായിട്ടാണ് ദർഭംഗയിൽ, ബീഹാറിൽ ഒരു മുസ്ലിം യുവാവ് 20 വയസ്സുള്ള ആൾ മോദിയുടെ അമ്മയെ ഒരു പടി കൂടെ കയറ്റി മോദിയുടെ അമ്മയും കൂടി ചേർത്തുള്ള തെറികൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ കയ്യടി നേടാൻ ശ്രമിച്ചത്. പ്രലോഭനം, വലിയൊരു പ്രലോഭനമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ യാത്രയിലൂടെ കൊടുത്തത്. ഇന്ന് വരെ കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ അതിന് മാപ്പ് പറഞ്ഞിട്ടില്ല. തേജസ്വി യാദവ് അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്കാണ് പാർലമെൻറ്റിലെ വോട്ടെടുപ്പ്. ഇതുവരെ രാജകുമാരൻ്റെ പ്രതികരണം വന്നിട്ടില്ല. തോറ്റത് ഒപ്പിയിട്ടു, നാണം കെട്ടുപോയി. ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. അത് 422 വോട്ടേ CP രാധാകൃഷ്ണൻ നേടൂ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതിനും അപ്പുറം, പ്രതീക്ഷകൾക്കും അപ്പുറം 30 വോട്ടുകൾ കൂടി നേടിക്കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത്. സ്ഥാനത്തേക്ക് നിർദ്ദിഷ്ട ഉപരാഷ്ട്രപതിയായി അദ്ദേഹം ഇന്നലെ തന്നെ മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് BJP, NDA, രാഹുൽ ഗാന്ധി തലകുത്തി നിന്നും മറിഞ്ഞു നിന്നാലും KC വേണുഗോപാൽ എത്രയൊക്കെ വാചാടോപങ്ങൾ നടത്തിയാലും തകർക്കാൻ കഴിയുകയില്ലെന്നുള്ള കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇനിയും ബോധ്യമാകാത്ത ഇന്ത്യയിലെ ഒരേ ഒരാളുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി മാത്രമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ വളർച്ചയില്ല. ഇന്ത്യ മുന്നണി പറഞ്ഞത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 315 വോട്ട് ലഭിക്കും, മുൻപില്ലാത്ത വിധം ഞങ്ങൾ ഐക്യപ്പെട്ട് കഴിഞ്ഞു. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ വീണ്ടും വോട്ട് ചോരി. ഐക്യപ്പെട്ട് കഴിഞ്ഞതിൻ്റെ നമ്മൾ കണ്ടല്ലോ സ്പഷ്ടം. ഇവർ പറയുന്നതും സത്യവും തമ്മിലുള്ള വ്യത്യാസം. 15 വോട്ടിനെ മാത്രം ചർച്ചയാണ്. 15 വോട്ട് അസാധുവായിട്ടുണ്ട്. അതും കൂടുതലും ഈ ഇന്ത്യ മുന്നണിയിൽ നിന്നാണ് നഷ്ടപ്പെട്ടത് എന്നാണ് വിവരങ്ങൾ. ഇന്ത്യയെ നക്സലൈറ്റുകൾക്ക് ഒറ്റുകൊടുത്ത ഒരാളിനെ, അതാണ് ഇതിലൊക്കെ സഞ്ജീവ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഇന്ത്യയെ തന്നെ ചതിക്കുകയായിരുന്നവർ. ഒരു നഗര നക്സലൈറ്റിനെ പോലെ വിധികൾ പ്രസ്താവിച്ച ഒരാളിനെ, സംശയകരമായ സാഹചര്യത്തിൽ വിധി പ്രസ്താവിക്കുന്ന ഒരാളിനെ രാഷ്ട്രപതിയാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കാൻ, നേപ്പാളിനെ പോലെ ഒന്നാക്കി മാറ്റാൻ ഇന്ത്യയെ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ഒരാളിനെയാണ് കൊണ്ടുവന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഭരണപക്ഷമല്ല പ്രതിപക്ഷത്തുള്ള 30 പേരും കൂടെ ചേർന്ന് ഇങ്ങേർക്കെതിരെ വോട്ട് ചെയ്തത്. സൽവ ജുദമിനെതിരെ വിധി പ്രസ്താവിച്ചിട്ട് അതിനൊരു മറുപടി പോലുമില്ല. നിങ്ങൾ വിധി വായിച്ചു നോക്കിയാൽ മതി. ഞങ്ങളുടെ വിധിയെന്ന് സമാധാനിച്ചു നിങ്ങളെന്ന് വിധി പുറപ്പെടുവിച്ചപ്പോൾ. ജനാധിപത്യ രാജ്യമാണ്. എക്സിക്യൂട്ടീവിന് ജുഡീഷ്യറിയുടെ മേൽ അങ്ങനെ കൈകടത്താൻ അധികാരമില്ലാത്ത ഒരു രാജ്യമാണ്. പാവപ്പെട്ട ആദിവാസികളെ രക്ഷിക്കാൻ സതുദ്ദേശത്തോടെ കൊണ്ടുവന്ന ബില്ലിൻ്റെ കടക്കൽ കത്തിവെച്ച് നഗര നക്സലുകളുടെ കയ്യടി വാങ്ങി. ഇനി കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് മാത്രമേ സംശയകരമായിട്ടുള്ളത്. ഞാൻ ആരോപിക്കുന്നില്ല, പക്ഷേ സംശയകരമാണ്. ഇത്രയും നല്ല ഒന്നിനെ ആദിവാസികളെ ഈ നക്സലൈറ്റ് ഭീകരാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒന്ന്, കാശ്മീരിൻ്റെ കാര്യത്തിലുള്ള വകുപ്പ് ഭേദഗതി, അത് കാശ്മീരിനെ രക്ഷിക്കാൻ വേണ്ടി, അവരെ ഭീകരവാദികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ചെയ്തതുപോലെ ചെയ്തതിനെ എതിർത്തതിന് കിട്ടിയ ശിക്ഷയാണ് അങ്ങനൊരു സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്തു നിർത്തിയ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ. ഈ വോട്ട് മാറിപ്പോകാതിരിക്കാൻ, അസാധുവാകാതിരിക്കാൻ 2 മുന്നണികളും പ്രത്യേകം പരിശീലനമെല്ലാം നൽകിയിരുന്നു. അതെ. പക്ഷെ എന്നിട്ട് പോലും 15 പേർ, ഇനി അതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടുമോ? ജൂഡോ, കുംഫു എല്ലാം പരിശീലിച്ച ആളുകളെയല്ലേ അവിടെ കൊണ്ട് നിയോഗിച്ചിരുന്നത്. എല്ലാം വോട്ട് ചെയ്യുന്ന നേതൃത്വം കൊടുത്ത ആൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിന് വഴി അറിയത്തില്ല. വഴി തെറ്റിയൊക്കെ അല്ല ഇവിടെ സഞ്ചരിക്കുകയാണ്. വഴി അറിയാത്ത ആൾ പാർലമെൻറ്റ് ആദ്യമായിട്ട് കാണുന്ന പോലെ. ഇയാളാണ് ഇത്രയും പാർലമെൻറ്റിനെക്കുറിച്ചും ജുഡീഷ്യറിയെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും വാചാരനായിക്കൊണ്ട് ബീഹാറിൽ ഇങ്ങനെ പര്യടനം ബുള്ളറ്റിൽ നടത്തുന്നത്. ആദ്യമായിട്ട് പാർലമെൻറ്റിൻ്റെ കെട്ടിടം ഒന്ന് കണ്ടുകൂടെ? അവിടെ ഈ പ്രധാനപ്പെട്ട ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥലമെങ്കിലും ഒന്ന് കണ്ടുകൂടെ? അതിനൊന്നും നേരമില്ല. മലേഷ്യ, പട്ടായ, ലണ്ടൻ,
ബ്രൂക്ലിൻ യൂണിവേഴ്സിറ്റി, അങ്ങനെ കരോലിന യൂണിവേഴ്സിറ്റി, ഇങ്ങനെ നടക്കുകയാണ്. സ്വന്തം പാർലമെന്റിനകം ഒന്ന് ചൊവ്വേ നേരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് പ്രതിപക്ഷത്തെ നയിക്കുന്നത്. അവിടെ അദ്ദേഹത്തെ വഴിതെറ്റിക്കുകയാണ് KC വേണുഗോപാലിനെ പോലുള്ള ആൾക്കാർ എന്നുള്ളതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. എന്നിട്ട് സെക്യൂരിറ്റി വിളിച്ച് ശരിയായിട്ടുള്ള വഴി കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യില്ല, ഞാൻ സവാർക്കർ അല്ല, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കില്ല എന്നും പറഞ്ഞ് പ്രതിഷേധം കാണിച്ചു. ഈ അല്പനെ, ഈ പുങ്കനെ കൊണ്ട് നിങ്ങൾ നേതൃത്വം നടത്തിയിട്ട് NDA തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ NDA തോൽപ്പിക്കാം എന്ന് വിചാരിച്ചാൽ ജന്മത്ത് നടക്കുന്നില്ലെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ ഇന്നത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതോടൊപ്പം തന്നെ ഈ വിവിധ പാർട്ടികൾ അപ്പോൾ പറഞ്ഞു ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇനി നടക്കില്ല. അദ്ദേഹം 2014 മുതൽ നിരന്തരം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇത് മനസ്സിലാകാത്തത്? CPM അടക്കമുള്ള മറ്റു പാർട്ടികളുണ്ടല്ലോ ഇദ്ദേഹത്തെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന. അല്ല, ഇപ്പോൾ കണ്ടോ, ഇപ്പം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോരി നടന്നു, ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചോരി നടത്തിയെന്നും പറഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത യാത്ര പോവും. ദർഭംഗയാണോ ഏത് ഭംഗയാണോ എന്ന് അറിയത്തില്ല. കേരളത്തിലേക്ക് തന്നെ വരട്ടെ, കേരളത്തിൽ കൂടെ നടക്കട്ടെ. കാരണം കേരളത്തിലാണല്ലോ ഇനി തെരഞ്ഞെടുപ്പ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തന്നെ അവിടെ നടത്തി. ഇപ്പൊ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാ, ഒരു രക്ഷയില്ല. ഇതിനേക്കാൾ പിണറായി കയറ്റുമായി ഇനി അല്ല, അത് നമുക്കറിയണം, ആഭ്യന്തരമന്ത്രിയാണ്. കാരണം പീഡന പരമ്പരകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അതൊരു നറേറ്റീവായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് അല്ല, ഇവിടുത്തെ ജനങ്ങൾ. കോൺഗ്രസ് അവിടെ പോലും പിന്നെ പിണറായിയോടൊപ്പം ഇരുന്ന് പായസം കഴിച്ച് ആസ്വദിക്കുകയാണ്. കോൺഗ്രസ് ആസ്വദിക്കുകയാണ്. ജനങ്ങൾ ഇതിനെതിരെ പൊരുതുന്നുണ്ട്. ഏറ്റവും നെടുമങ്ങാട്ടുള്ള ബിന്ദുവിൻ്റെ കാര്യം വരെ ഇപ്പോൾ ജനശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. മാധ്യമങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുന്നുണ്ട്. അതിന് പോലും ഒന്നും നേതൃത്വം കൊടുക്കാതെ ചുമ്മാ അഴകുഴ കഞ്ഞി നയം എടുത്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോൾ KPCCയുടെ ഇപ്പോൾ എടുത്ത നേതൃത്വം. അഴകുഴമ്പൻ ന്യായം. ഷട്ടിൽ പായസം എങ്ങനെ പായസം കഴിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. BJP സഖ്യത്തിന് വലിയ മുന്നേറ്റം. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചു. ഇനി അടുത്ത് പോരാട്ടം നടക്കാൻ പോകുന്ന ബീഹാറിലാണ്. ബീഹാറിൽ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കുന്നു. ബീഹാറിൽ വലുതായിട്ട് അത് സ്വാധീനിക്കുക അല്ലാതെ തന്നെ NDAയുടെ വിജയം ഉറപ്പായി കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള സാമ്പിൾ സർവേയാണത്. അത് വെച്ച് നോക്കുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് NDA ജയിക്കുന്നത്. ആ ഒരു സാഹചര്യം മാറാൻ സാധ്യതയുണ്ട്. മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദർഭംഗയിൽ 20 വയസ്സുള്ള മുസ്ലിം യുവാവിനെ കൊണ്ട് മോദിയെയും മോദിയുടെ അമ്മയെയും തെറി പറഞ്ഞത് ഉത്തരേന്ത്യൻ മനസ്സുകൾക്ക് താങ്ങാൻ കഴിയുന്നതിനല്ല, അതിനപ്പുറമാണ്. അതിനപ്പുറമുള്ള വരികയാണ്. തീർച്ചയായിട്ടും അതിനൊരു തിരിച്ചടി ഉണ്ടാവും. അമ്മപെങ്ങന്മാരെ അറിയാത്ത രീതിയിൽ വർത്തമാനങ്ങൾ പറയുന്നത് അത്ര സുഖിക്കുന്നവരല്ല വടക്കേ ഇന്ത്യക്കാർ. അത് തീർച്ചയായിട്ടും ആ സാഹോദര്യ ബന്ധം, കുടുംബ ബന്ധത്തിനൊക്കെ ശിഥിലമാകാത്ത കുടുംബങ്ങളുണ്ട് അവിടെ. അതുപോലെ തന്നെ തകർന്നു പോകാത്ത കുടുംബങ്ങളുമുണ്ട്. തന്നെയുമല്ല, അച്ഛൻ, അമ്മ, മാതാപിതാ, ഗുരു, ദൈവം എന്നുള്ളത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗം. അപ്പോൾ അതിന് ഹാനികരമായിട്ടുള്ള വർത്തമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ, വിളച്ചിൽ വർത്തമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതവനായാലും ശരി അതിന് തിരിച്ചടി അവിടുത്തെ ജനങ്ങൾ കൊടുക്കും. എന്തായാലും വോട്ട് ചോരി യാത്ര അമ്പേ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. തന്നെയല്ല, അത് തുടങ്ങിയത് സിർസ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അറിയാം. സിർസ എന്ന് പറയുന്നത് നമുക്കറിയാം, ജഗജീവൻ റാം പലതവണ ജയിച്ചതാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൾ മീരാകുമാരി ജയിച്ചു. അവർ ലോക്സഭയിൽ സ്പീക്കറായിരുന്നു. അവരെ എല്ലാം ഒതുക്കി ഇല്ലാതാക്കി കശക്കി എറിഞ്ഞവരാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെയാണ് ജനതാ പാർട്ടിയുടെ കൂട്ടുകക്ഷിയായിട്ട് കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്നൊരു കക്ഷി രൂപീകരിച്ചുകൊണ്ട് ബാബു ജഗജീവൻ റാം കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസ് പാപം ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സിർസി എന്ന് പറയുന്ന സ്ഥലം, ആ മണ്ഡലത്തിൽ നിന്നാണ് സിർസ എന്ന് പറയുന്ന മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. ഇത് അവസാനിച്ചത് പറ്റ്നയിലാണ്. അതിനു മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയിരുന്നു. അത് മോദിയെയും മോദിയുടെ അമ്മയും തെറി പറയുന്ന ഹൈഡ്രജൻ ബോംബാണ്. അത് തീർച്ചയായിട്ടും അത് മറക്കില്ല ബീഹാറിലെ ജനങ്ങളെന്നുള്ളതുകൊണ്ട് ഇന്ത്യ ടുഡേയുടെ സർവേ ഉയർത്തിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടു കൂടി തന്നെ NDA മുന്നണിക്ക് അവിടെ വീണ്ടും ജയിക്കാൻ കഴിയും എന്നുള്ളത് ആണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു കൺവിക്ഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.